പാർലമെന്റിന്റെ വർഷകാല സമ്മേളനം അവസാനിച്ചു. ഓൺലൈൻ ഗെയിമിംഗ് ബിൽ രാജ്യസഭയിൽ അവതരിപ്പിച്ച് പാസാക്കി. സമ്മേളനത്തിന്റെ അവസാന ദിനത്തിലും സഭാ നടപടികൾ പ്രതിപക്ഷം തടസ്സപ്പെടുത്തി. 30 ദിവസം ജയിലിലായാൽ മന്ത്രിസ്ഥാനം നഷ്ടമാകുന്ന ഭരണഘടനാ ഭേദഗതി ബിൽ ഇന്നലെ ലോക്സഭയിൽ അവതരിപ്പിച്ചിരുന്നു. നന്ദഗോപൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. 21 ദിവസം മാത്രമാണ് വർഷകാല സമ്മേളനത്തിനായി ലോക്സഭയും രാജ്യസഭയും സമ്മേളിച്ചത്. യഥാർത്ഥത്തിൽ ലോക്സഭയിൽ 120 മണിക്കൂർ ചർച്ച നടക്കേണ്ടിയിരുന്നതായിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ നടന്നത് 37 മണിക്കൂർ മാത്രമാണ്. രാജ്യസഭയിൽ ആകെ ചർച്ച നടന്നത് 41 മണിക്കൂറുകൾ മാത്രമാണ്. അതായത് ലോക്സഭയിലെ പ്രൊഡക്ടിവിറ്റി എന്നുള്ളത് 31%, രാജ്യസഭയിലെ 38.8% മാത്രമാണ്. അതായത് ചർച്ചകളെ സംബന്ധിച്ചിട്ടുള്ള അല്ലെങ്കിൽ രാജ്യത്തിന് ജനങ്ങൾക്ക് നന്മ അല്ലെങ്കിൽ പുരോഗമനം വരുന്ന രീതിയിലുള്ള ചർച്ചകൾ നടന്നത് ഇത്ര ശതമാനം മാത്രമാണ്. യഥാർത്ഥത്തിൽ വളരെ വിശദമായി തന്നെ നടക്കേണ്ടിയിരുന്ന ചർച്ചകൾ പലതും നടന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. പ്രതിപക്ഷ ബഹളമായിരുന്നു. പ്രതിപക്ഷം അകാരണമായി സഭ സ്തംഭിപ്പിക്കുന്ന അവസ്ഥയായിരുന്നു ഉണ്ടായിരുന്നത്. പ്രത്യേകിച്ച് ബീഹാറിലെ വോട്ടർ പട്ടികയിലുണ്ടായ തീവ്ര പരിഷ്കരണവുമായി ബന്ധപ്പെട്ടുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധം എന്ന നിലയിൽ സഭ അകാരണമായി സ്തംഭിപ്പിക്കുന്ന അവസ്ഥയുണ്ടായി. ഒപ്പം തന്നെ മറ്റ് പ്രതിഷേധങ്ങളും കന്യാസ്ത്രീ വിഷയമടക്കം ചില ഘട്ടത്തിൽ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ സഭാതലത്തിൽ ഉയർത്തി എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഏതായാലും രാജ്യത്തിന് വേണ്ട വികസനത്തിന് വേണ്ട ജനങ്ങൾക്ക് നന്മയ്ക്ക് ഉതകുന്ന രീതിയിലുള്ള കാര്യമായ ചർച്ചകൾ ഈ പ്രതിപക്ഷം അകാരണമായി സഭ സ്തംഭിച്ചത് മൂലം നടന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അപ്പോഴും ചില പ്രധാനപ്പെട്ട ബില്ലുകൾ സഭയിൽ പാസ്സായി. അതിൽ ചിലത് ഇന്ത്യൻ പോർട്ട് ബില്ലും ഇൻകം ടാക്സ് ബില്ലും ഒപ്പം തന്നെ മൈൻസ് ആൻഡ് മിനറൽസ് അമെൻമെൻറ്റ് ബില്ലും IIM അമെൻമെൻറ്റ് ബില്ലും നാഷണൽ സ്പോർട്സ് ഗവേണൻസ് ബില്ല് അടക്കമുള്ള സുപ്രധാന ബില്ലുകളാണ് പാസ്സായത്. ലോക്സഭയിൽ ഏതാണ്ട് 12 ബില്ലുകളും രാജ്യസഭയിൽ 14 ബില്ലുകളും പാസ്സായിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം വളരെ സുപ്രധാനമായ ഒരു ബില്ല് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ അവതരിപ്പിച്ചിരുന്നു. എന്നാൽ പ്രതിപക്ഷ ബഹളത്തെ തുടർന്നത് പൂർണ്ണമായും അല്ലെങ്കിൽ അതിൻ്റെ നടപടികളിലേക്ക് കടക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഗുരുതരമായ കുറ്റകൃത്യങ്ങളിൽ അകപ്പെട്ട് കേസിൽ ശിക്ഷിക്കപ്പെട്ട് 30 ദിവസം അല്ലെങ്കിൽ 30 ദിവസത്തിന് മേൽ ജയിലിൽ കഴിയുന്ന മന്ത്രിമാർ, മുഖ്യമന്ത്രിമാർ, പ്രധാനമന്ത്രി അടക്കമുള്ളവർക്ക് ആ ചുമതലകളിൽ തുടരാൻ ഭരണഘടനാപരമായ കർത്തവ്യം നിർവഹിക്കാൻ അവകാശം ഇല്ലാത്ത തരത്തിലാണ് ആ ബില്ല് കൊണ്ടുവന്നത്. എന്നാൽ പ്രതിപക്ഷം വളരെ ശക്തമായ രീതിയിൽ അതിനെ എതിർത്തു. തുടർന്ന് ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റിക്ക് ബില്ല് വിട്ടിരിക്കുകയാണ്. 31 അംഗ ജോയിന്റ് പാർലമെന്ററി കമ്മിറ്റി അത് സംബന്ധിച്ചിട്ടുള്ള ഈ ബില്ലിന്മേലുള്ള പരിശോധനകൾ നടത്തുമെന്നുള്ളതാണ്. ഒപ്പം തന്നെ വളരെ സുപ്രധാനമായ മറ്റൊരു ബില്ല് ഓൺലൈൻ ഗെയിമിംഗുമായി ബന്ധപ്പെട്ടതാണ്. കഴിഞ്ഞ ദിവസം അത് ലോക്സഭ പാസ്സാക്കി. ഇന്നിപ്പോൾ രാജ്യസഭയും ആ ബില്ല് പാസ്സാക്കിയിരിക്കുന്നു. ഇങ്ങനെ വളരെ സുപ്രധാനമായ ചില ബില്ലുകളും ഈ പ്രതിപക്ഷ ബഹളത്തിനിടയിൽ ലോക്സഭയിലും രാജ്യസഭയിലും പാസ്സാക്കിയിട്ടുണ്ട്.